ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ നമ്മുടെ ആര്യനുണ്ടല്ലോ ഷാനവാസിനെ ഫ്ലോറ് കഴുകാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ എന്ന് നോക്കിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കി. അടുത്തിരിക്കുന്ന ആരാ? നമ്മുടെ ബിന്നിയ. അപ്പം തന്നെ ഷാനവാസിന് കാര്യം മനസ്സിലായി. ബിന്നി അവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് ഈ ആര്യൻ കടന്ന് വിളിക്കുന്നതെന്ന്. ഇവിടെ ബിന്നിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ബിന്നി എത്ര ട്രൈ ചെയ്താലും ഇവർ പലരും അവരുടെ ജോലികൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അപ്പം ക്യാപ്റ്റൻ എന്ന രീതിയിൽ വിളിക്കേണ്ട അല്ലെങ്കിൽ വിളിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ബിന്നിക്കുണ്ടല്ലോ. അപ്പം ഷാനവാസിനെ ശരിക്കും അങ്ങോട്ട് ഈഗോ ഹേർട്ട് ചെയ്തു. അവളാണോ എന്നെ വിളിക്കുന്നത്, അങ്ങനെ ഇപ്പോൾ പോകണ്ട എന്നുള്ള രീതിക്ക്. എന്നിട്ട് അവിടെ ഇരുന്ന് നൈസായിട്ട് അനീഷിനോടും അക്ബറിനോടും ഒക്കെ പറയുന്നുണ്ട്, ചാണകം ചാരിയ ചാണകം മണക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ, കൂടെ ഇരിക്കുന്ന ആളെ നോക്ക്. അപ്പം അനീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നേ, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന്. അപ്പം നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ടല്ലേ അവൻ, ഫ്രണ്ട്സിൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് ഇതൊക്കെ പറയണ്ടേന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇവൻ എന്തൊരു ഫ്രണ്ടാണ്, ഇവൻ്റെ അടുത്ത് ഒരു കാര്യവും എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പോവാണ്, ഇവനൊരു ഫ്രണ്ടാണോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, വിചിത്രമായ ജീവി എന്നല്ലേ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇത് വിചിത്രമായ ജീവിയല്ല, വിചിത്രമായ അന്യഗ്രഹ ജീവിയാണെന്ന്. ശരിക്കും ഈ ഷാനവാസിൻ്റെ ഗെയിമിൽ അനീഷ് പെട്ടുപോയിരിക്കുകയാണ്. ഓൾറെഡി അനീഷിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ഒരു ഹിൻ്റൊക്കെ കൊടുത്തായിരുന്നു, ഇവനുമായിട്ട് അടുത്ത അധികം കമ്പനിയൊന്നും വേണ്ട, ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് കൊടുത്തു, നീ ആദ്യം എങ്ങനെയാണോ നിന്നത് അതുപോലെ കളിക്കുന്നു. അനീഷിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷ് എന്ത് ചെയ്യാനാ, ബിഗ് ബോസ് തന്നെ കുരുക്കിൽ ആ ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കുരുക്കിൽ കൊണ്ടിട്ടിരിക്കുകയല്ലേ. അപ്പം അനീഷിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസവും ജയിലിൽ വെച്ച് ബിന്നിയുമായിട്ട് ഷാനവാസ് ഒന്ന് കൊമ്പ് കോർത്തപ്പോഴും അനീഷ് ഇതേ നിലപാടായിരുന്നു, ഒരു റോബോട്ടിനെ പോലെ ഒന്നും മിണ്ടാതെ, എനിക്കിതിനകത്തൊന്നും ഒരു ഇതും ഇൻട്രസ്റ്റുമില്ല, നീ എന്നെ ഇതിനകത്ത് വലിച്ചിടരുതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഷാനവാസ് ഇത് മനസ്സിലാക്കി പുറകോട്ട് പോവോ അതോ മനഃപൂർവ്വം അനീഷിൻ്റെ ഗെയിം തളർത്താൻ വേണ്ടി അനീഷിനെ പിന്നെയും ഇതിനകത്തൊക്കെ വലിച്ചിടുമോ എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാം. പക്ഷെ ബിന്നി നല്ല രീതിക്ക് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് നിൻ്റെ ടാസ്ക് ചെയ്യാനും ചെയ്യിപ്പിക്കാനോ, അവരെ വിളിക്കുക. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ഞാൻ ഒരു വട്ടം വിളിച്ചു, കണ്ടില്ലേ, വന്നിട്ടില്ല, ഇനിയും ഞാൻ വിളിക്കും, ഇനിയും വരാൻ സാധ്യതയില്ലാന്ന്. ഇവിടെ അവർക്കൊക്കെ എന്താണ് പ്രശ്നം? വേറെ ജോലി അവർക്ക് മര്യാദയ്ക്ക് ചെയ്തുകൂടെ? മറ്റൊരാളെ വിളിച്ചിട്ട് വേണോ ചെയ്യാൻ വേണ്ടിയിട്ട്? ജോലി ചെയ്യാൻ വയ്യ, അടുക്കളയിൽ കയറി പരദൂഷണം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുക, ഫുഡിൻ്റെ പേര്, ഇതാണ് ഇവരുടെ മെയിൻ കണ്ടൻറ്റ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ കമൻ്റായിട്ട്. കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക.